അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു വെണ്ടക്ക ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് പരിപ്പ് മസൂർ ദാൽ പരിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ. ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാം. വെണ്ടയ്ക്ക 1/4 കിലോൻ്റെ പകുതി. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചരിച്ച് 1 ഇഞ്ച് കനത്തിൽ വെട്ടിയെടുക്കുക. ഈ വെണ്ടയ്ക്കനെ ഒരു പ്രൈഫാനയിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 വശവും കറുത്ത കളറ് വരുന്നത് വരെ, അതായത് ഇതിൻ്റെ വഴുവഴുപ്പ് മുഴുവനായിട്ട് മാറി കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കണം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് കറിക്ക് വേണ്ട 1 മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരു ശകലം കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. ചിക്കനിലേക്ക് വറുത്തെടുക്കുന്ന അത്ര തന്നെ ആവണ്ട കേട്ടോ, എന്നാലും ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ഇത് വറുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചൂടാറുന്നതിന് വേണ്ടിയിട്ട്. ഈ കറി ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായാൽ അതിലേക്കായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിൽ താഴെ. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു സവാളയുടെ 1/4 ഭാഗം, വലിയൊരു സവാളയല്ല, മീഡിയം സൈസുള്ള ഒരു സവാളയുടെ 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നാണ് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കായിട്ട് 2 തക്കാളിയും 2 പച്ചമുളകും കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി സോഫ്റ്റ് ആവണം കേട്ടോ. സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഫ്ലെയിം അല്പം കുറച്ച് വെക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഈ മസാല ഈ തക്കാളിയിൽ നന്നായി ചേർന്നതിന് ശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്കായിട്ട് ഒരു 2 കുരു അത്രയേ ഉള്ളൂ ഉണ്ടാവുക പുളി വെള്ളത്തിലിട്ട് കുതിർത്തത്. ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത്ര തന്നെ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളച്ച് കറി പകുതിയായി വറ്റുമ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഈ കറിയിലെ മസാലയുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളക്കണം. ശേഷം നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് വെച്ചിരുന്നു. ആ വറുത്ത് വെച്ച തേങ്ങ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഈ കറിക്ക് നല്ല നീളം ഉണ്ടാവില്ല കേട്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അഥവാ കറിക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചത് ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായി തിളക്കേണ്ട ആവശ്യമില്ല. തിള വരുന്നത് കൂടി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പിട്ടത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നോ? ഇല്ലാന്നാ തോന്നുന്നത്. എന്തായാലും ഉപ്പുണ്ടോ നോക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കായിട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് അതിങ്ങോട്ട് കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക മൂപ്പിച്ചിട്ട്. അങ്ങനെ നമ്മുടെ വെണ്ടക്ക കറി തയ്യാറായി. പരിപ്പ് ചേർത്ത വെണ്ടക്ക കറി ഇത് എത്രത്തോളം ഉഷാറാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ ഉള്ള അറിയാം, അത്രത്തോളം അത് ഉഷാറാണ് കേട്ടോ. ഇനി ഒരു വെണ്ടക്ക റോസ്റ്റ് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച ഈ വെണ്ടക്ക ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നാടൻ വെണ്ടക്കയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വഴുവഴുപ്പ് കൂടുതലായിരിക്കും. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നൂല് പോലെയുള്ളത് അധികമായി വരും. അത് നന്നായി വഴറ്റും തോറും കൂടുതലായിട്ട് വരും. ഇത് പിന്നെ വറ്റി കിട്ടണം. വറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പശപ്പൊക്കെ പോയിട്ട് വെറുതെനായി കിട്ടണം. ഇതുപോലെ ഒന്ന് മറ്റൊന്നുമ തൊടാത്ത രീതിയിലാണ് ഇപ്പോൾ. ഈ രീതിയിലായി കിട്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഈ ചട്ടിയുടെ ഉൾഭാഗം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്കായിട്ട് 2 വലിയ സവാള
കൊത്തി എരിഞ്ഞതിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് നന്നായി വഴന്നു വന്ന് ഇതിലേക്കായിട്ട് 2 തക്കാളി മീഡിയം സൈസിലുള്ളത് അതും കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റായി വരണം തക്കാളിയും സവാളയും ഒക്കെ. പിന്നെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ്സോളം വെള്ളമാണ്. വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കണം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് വറുത്ത് മാറ്റി വെച്ച ആ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക. 5 മിനിറ്റിൻ്റെ വേവ് തന്നെ ഉള്ളൂ. കാരണം വെണ്ടയ്ക്കൻ്റെ വേവ് കഴിഞ്ഞതാണ്. പിന്നെ മസാലയുമായിട്ട് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ശകലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക റോസ്റ്റും റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.